ഇന്നലെ അമേരിക്കയ്ക്ക് തോൽവിയുടെ നാളായിരുന്നു. ആദ്യത്തെ സംഭവം അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന ആണവ വിമാനവാഹിനി കപ്പലിന് തീപിടിക്കുകയായിരുന്നു. അതിനുശേഷം ഇറാഖിൽ അമേരിക്കയുടെ യുദ്ധവിമാനം തകരുന്നു. കപ്പലിൽ 2 നാവികർക്ക് സാരമായി പരിക്കേൽക്കുന്നു. വിമാനത്തിലെ 6 സൈനികർ അപ്രത്യക്ഷരാകുന്നു. ചെങ്കടലിൽ ഇറാനെതിരെ യുദ്ധത്തിന് വന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണ് USS ജെറാൾഡ് ആർ ഫോർഡ്. ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കൂറ്റൻ യുദ്ധക്കപ്പൽ. എപ്പിക് ഫ്യൂരി എന്ന് അമേരിക്ക പേരിട്ട് വിളിച്ച ആക്രമണത്തിന് കളമൊരുങ്ങിയത് ഈ അത്യാധുനിക യുദ്ധക്കപ്പലിന്റെ വരവോടുകൂടിയാണ്. ആ യുദ്ധക്കപ്പലിലാണ് അഗ്നിബാധ ഉണ്ടായത്. 2 നാവികർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിലാണ് കപ്പലിന് തീപിടിച്ചെന്ന് ഇറാൻ അവകാശപ്പെടുമ്പോൾ കപ്പലിലെ ലോണ്ടറിയിലെ സാങ്കേതിക പിഴവ് മൂലമാണ് തീ പടർന്നതെന്നാണ് അമേരിക്ക പറയുന്നത്. അല്ലെങ്കിലും ഇത്രയും ചങ്കുറപ്പുള്ള കപ്പലിന് ഇറാന്റെ ആക്രമണത്തിൽ കേടുപാടുകൾ പറ്റിയെന്ന് എങ്ങനെ പുറത്തു പറയാനാകും? അതിനുശേഷമുണ്ടായ ദുരന്തമാണ് അമേരിക്കയുടെ സൈനിക വിമാനം മൂക്കുമുത്തി വീണത്. US എയർഫോഴ്സിന്റെ KC-135 സ്ട്രാറ്റോ ടാങ്കർ എന്ന ഇന്ധനം നിറക്കുന്ന വിമാനമാണ് തകർന്നത്. പടിഞ്ഞാറൻ ഇറാഖിൽ വെച്ചാണ് അപകടമുണ്ടായത്. US സെൻട്രൽ കമാൻഡ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഇതൊരു അപകടം മാത്രമാണ്. ശത്രു രാജ്യങ്ങളുടെ ആക്രമണം മൂലമോ അബദ്ധത്തിൽ സ്വന്തം സൈന്യം വെടിവെച്ചിട്ടതോ അല്ലെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. 2 വിമാനങ്ങൾ ഉൾപ്പെട്ട ഒരു സാങ്കേതിക പ്രശ്നമാണ് തകർച്ചയ്ക്ക് കാരണമായത്. രണ്ടാമത്തെ വിമാനം സുരക്ഷിതമായി ഇറക്കി എന്നാണ് പറയുന്നത്. വിമാനത്തിൽ 6 സൈനികർ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ടുകൾ. ആരെയും കണ്ടെത്തിയിട്ടില്ല. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം തകർന്ന 4ാമത്തെ അമേരിക്കൻ വിമാനമാണിത്. നേരത്തെ കുവൈറ്റിൽ വെച്ച് 3 F-15 യുദ്ധവിമാനങ്ങൾ ഫ്രണ്ട്ലി ഫയർ മൂലം തകർന്നിരുന്നു. എന്നാൽ ആ 3 യുദ്ധവിമാനങ്ങളും ഇറാൻ ചൈനീസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശത്രു വിമാനമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് സ്വയം വെടിവെപ്പിച്ചു എന്നാണ് ഇറാനും ചില പാശ്ചാത്യ മാധ്യമങ്ങളും പറയുന്നത്. അമേരിക്ക ഇതൊരു അപകടമാണെന്ന് പറയുമ്പോഴും തങ്ങളാണ് വിമാനം വെടിവെച്ചിട്ടതെന്ന് ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ അവകാശപ്പെടുന്നുണ്ട്. കൂടുതൽ സാധ്യതയും അതുതന്നെയാണ്.